അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, റഹീമിന്റെ മോചനം വൈകുമല്ലേ? കേസിൽ കോടതി അന്തിമ സിറ്റിംഗ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാണ് ഇന്ന് കേസ് പരിഗണിക്കാതിരിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് റിയാദ് ജയിലിലാണ് റഹീം ഉള്ളത്. ഈ കോടതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്ന എല്ലാ കേസുകളും മറ്റൊരു ദിവസത്തേക്ക് സിറ്റിംഗ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഫലത്തിൽ ഏതാണ് ഇനി പുതിയ തീയതി എന്ന് അറിയിച്ചിട്ടില്ല. അത് അല്പസമയത്തിനകം ഒരു പക്ഷേ വ്യക്തമാകും. ഇന്ന് റഹീമിന്റെ കേസ് പരിഗണിച്ചിട്ടില്ല. റഹീമിന്റേതുൾപ്പെടെ റിയാദ് ജയിലിലുള്ള വിവിധ കേസുകളിലുള്ള ആളുടെ ഒരു കേസുകൾ ഇന്ന് പരിഗണിച്ചിട്ടില്ല. ഇതാണ് വിശദീകരണമായിട്ട് റിയാദിലെ നിയമ സഹായ സമിതി അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തൊട്ടടുത്തൊരു ദിവസത്തേക്ക് അനുവദിക്കുകയാണ് ചെയ്യുക. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നീണ്ടു പോവുകയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ 3 തവണയായിട്ടാണ് ഇപ്പോൾ സിറ്റിംഗ് നടന്നത്. ഈ 3 സിറ്റിംഗിലും ആദ്യത്തെ 2 സിറ്റിംഗിലും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതി പരിശോധിക്കുകയും റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് തേടുകയും ചെയ്തിരുന്നു. ആ പ്രോസിക്യൂഷന്റെ നിലപാടിന് റഹീമിന്റെ അഭിഭാഷകനും റഹീമും മറുപടി നൽകുകയും ചെയ്തതാണ് ഏറ്റവും അവസാനം നടന്നത്. ഇനി വരാനുള്ളത് വിധിയാണ്. അതല്ലെങ്കിൽ പിന്നീട് സംഭവിക്കാനുള്ളത് കോടതിക്ക് അതിൽ മറിച്ചൊരു നിലപാട് സ്വീകരിക്കാം. അതുണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഇന്നുണ്ടായിരുന്ന ആകാംക്ഷ. ഏതായാലും ഇന്ന് കേസ് പരിഗണിച്ചിട്ടേ ഇല്ല. അടുത്തൊരു സിറ്റിംഗിൽ മാത്രമായിരിക്കും റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒരു പക്ഷേ നമുക്ക് കൃത്യമായി ലഭിക്കുക. ശരി അഫ്താബ്.